ഹായ് മക്കൾസ്, മാത്സ് ചെയ്യുമ്പോൾ ആൻസർ തെറ്റിക്കണം മക്കളെ. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? ആൻസർ ശരിയാക്കണം എന്നല്ലേ പറയാ. പക്ഷേ ആൻസർ തെറ്റിക്കണം എന്ന് പറഞ്ഞത് മക്കളെ ഒരുപാട് പേരുണ്ട് ആൻസർ ശരിയാക്കി കൊണ്ടുവരും ക്ലാസ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആൻസർ ശരിയാക്കിയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്കത് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താ? നിങ്ങൾ അപ്പുറത്തെ കോപ്പി അടിക്കും, തൊട്ടടുത്ത ഫ്രണ്ടിൻ്റെ കോപ്പി അടിച്ച് കാണിച്ചു കൊടുക്കും. അപ്പോൾ ശരിയാണ്, അപ്പോൾ ടീച്ചേഴ്സ് ഇമ്പ്രസ് ആയി, ചീത്ത കിട്ടിയില്ല, ആൻസർ ശരിയായി, പക്ഷേ കോൺസെപ്റ്റ് പഠിച്ചില്ല. മക്കളെ സ്വന്തമായിട്ട് എഴുതി അത് പൊട്ട തെറ്റായിക്കോട്ടെ തെറ്റിക്കാം. തൊട്ടടുത്തവൻ്റെ ആൻസർ എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാതെ സ്വന്തമായിട്ട് എനിക്ക് കിട്ടിയത് എന്താണെന്ന് ക്ലാസ്സിൽ നിന്ന് നോക്കാം. ഇതുപോലെ തന്നെയാണ് ഹോംവർക്ക് തരുമ്പോഴും നിങ്ങൾക്ക് ഹോംവർക്കുകൾ ഉണ്ടാവും. പിറ്റേ ദിവസം വരുമ്പോൾ ഒരുപാട് കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് അത് നേരെ നോക്കി പകർത്തി കാണിച്ചു കൊടുക്കും. അപ്പോൾ തല്ല് കിട്ടൂല, ടീച്ചേഴ്സിൻ്റെ അപ്രീസിയേഷൻ കിട്ടും ആൻസർ ശരിയാക്കി വന്ന കുട്ടികൾക്ക്. പക്ഷേ നമുക്കത് മനസ്സിലായോ? ഇല്ല. പിന്നെ നിങ്ങൾ ഈ മിസ്റ്റേക്ക് വരുത്താൻ പോകുന്നത് അതിലെന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളായിരിക്കും. ഈ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്താൻ പോകുന്നത് എക്സാമിനാണ്. അപ്പോഴാണ് മാർക്ക് അവിടെ പോകുന്നത്. മക്കളെ, ക്ലാസ്സിൽ നിന്നോ അല്ലെങ്കിൽ ഹോംവർക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ നിന്നോ 100 തവണ നിങ്ങൾ പൊട്ട തെറ്റ് എഴുതിക്കോളൂ. ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നത് എന്ന് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചെറിയ കാര്യമല്ല. നിങ്ങൾ തെറ്റിച്ചോളൂ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തരുന്ന ആൻസേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുമ്പോഴും ഹോംവർക്ക് തരുമ്പോഴും നമുക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ തലയിൽ എന്താണുള്ളത്, ആ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾക്ക് കിട്ടി, അതിന് എന്തൊക്കെ പഠിച്ചു, നോട്ട്ബുക്ക് നോക്കി പഠിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് അത് ആൻസർ ചെയ്യുന്നത് എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. അതിൽ നിന്ന് മിസ്റ്റേക്കുകൾ വരുത്തുക. ആ മിസ്റ്റേക്കിൽ നിന്ന് പഠിച്ച് എന്ത് ചെയ്യണം, അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്താം എന്നുള്ള നമുക്ക് തൗസൻഡ്സ് ഓഫ് മിസ്റ്റേക്ക് വരാം. ഓക്കെ, അപ്പോൾ 100 തവണ നിങ്ങൾ തെറ്റിച്ചാലും 101ാമത്തെ തവണ എന്ത് ചെയ്യും, നിങ്ങളത് ശരിയാക്കും. പിന്നീട് നിങ്ങൾ തെറ്റിക്കൂല. അപ്പോൾ നിങ്ങൾ തെറ്റിക്കണം, ആൻസർ ചെയ്ത് സ്വന്തമായിട്ട് ആൻസർ ചെയ്യാം. മക്കളെ, സാർ പറഞ്ഞതിൻ്റെ അർത്ഥം ആൻസർ ശരിയായെങ്കിലും വെട്ടിയിട്ട് തെറ്റെഴുതണം എന്നല്ല. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആൻസർ തെറ്റുമെന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യരുത്, അപ്പുറത്തിൻ്റെ ഒരു നോക്കി എഴുതരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് നോക്കി എഴുതരുത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ടീച്ചേഴ്സിനോട് പോയി പറയുക, ചോദിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. ഇങ്ങനെ പോയാൽ മാത്രമേ മാത്സിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉള്ള ഏത് ലെവലിലാണ് നിൽക്കുന്നത് അത് മിസ്റ്റേക്കുകൾ വീണ്ടും വീണ്ടും എക്സാമിന് വരുത്തിക്കൊണ്ടിരിക്കും. ഇതേ ലെവലിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാതെ കുട്ടികളായി മാറും. അപ്പോൾ എല്ലാവരും ഈ ഒരു അഡ്വൈസ് നല്ല കുട്ടികളായിട്ട് നല്ലൊരു തീരുമാനമായിട്ട് എടുക്കുക. നാളെ മുതൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ചെയ്യുന്ന ക്വസ്റ്റ്യൻസോ ഹോംവർക്ക് ക്വസ്റ്റ്യൻസോ ഒരിക്കലും നിങ്ങൾ നോക്കി എഴുതില്ല, ഞാൻ സ്വന്തമായിട്ട് എഴുതിക്കോളാം, അതിൽ തെറ്റ് വന്നാലും കുഴപ്പമില്ല, ആ തെറ്റ് ഞാൻ മിസ്റ്റേക്കുകളിൽ നിന്ന് പഠിച്ചത് ശരിയാക്കും എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഉറപ്പിച്ച കുട്ടികൾ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.